ഇന്ന് കുറച്ച് മേക്കപ്പ് പരിപ്പെടുത്താൻ പോവാണ്. ആദ്യം നമ്മളൊരു ബ്രഷല്ല ബ്ലഷ്, ഇത് നമ്മൾ മുഖത്തൊക്കെ തേക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഐലൈനർ വേണ്ട, ഈ ഐലൈനറ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ബ്ലൂ ആണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് റെഡാണെന്ന് എല്ലാവർക്കും അറിയാം. സോ നെക്സ്റ്റ് ഈ ബ്രഷാണ്. ഇത് മറ്റേ ഏതിൻ്റെ കൂടാന്നൊന്നും അറിയത്തില്ല. ഇത് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു എന്താ പറയുക മസ്കാര. ഈ മസ്കാര നമുക്ക് പിഴുകല്ല, ഈ കൺപീലിയുടെ മേളിൽ എഴുതാൻ. പിന്നെ ഇത് ട്രൂ ഐബ്രോ എന്ന് വെച്ചാൽ എന്താ പറയുക, ഇതൊരു പെൻസിൽ. പിന്നെ ഇതും പെൻസിലാണ്. ഇതും പെൻസിലാണ്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഐപോപ്പാണ്. ഇതിൻ്റെ അകത്ത് ഈ കളറുണ്ട്, സ്കിൻ കളർ. പിന്നെ ബ്ലൂ അല്ല ലൈറ്റ് യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഓറഞ്ച്, ബാൻഡേജിൻ്റെ കളറില്ല, ആ കളറുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഇതിൻ്റെ ബ്രഷ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, കമൻറ്റ് ചെയ്യണം ഇതും കൂടെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പൗഡർ, കോമ്പൗണ്ട് പൗഡറാണ്. ഈ കോമ്പൗണ്ട് പൗഡറിൻ്റെ കൂടെ ഒരു രണ്ട് ഇത് തേക്കുന്ന സാധനം ഫ്രീ ആണ്. പിന്നെ ഇത് ചെറിയൊരു ചീപ്പ്, എന്തോ ചീപ്പാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ എന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പിന് മുമ്പേ തേക്കുന്നൊരു മോയ്സ്ചറൈസറാണ്, പ്രൈമർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക, ലിപ് ബാം 4 ഹവറിൻ്റെയാണ്. പിന്നെ ഈ കമ്പനിയുടെ എല്ലാ സാധനവും ഞങ്ങളുണ്ട്. ഇതെല്ലാം കെമിക്കലില്ലാത്ത കമ്പനിയിൽ നിന്ന് വരുന്നതാണ്, ഫോർ കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. നെക്സ്റ്റ് നമ്മളെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഐഷാഡോ ബ്രഷാണിത്. 2 എണ്ണം ഉണ്ട് അതിൻ്റെ. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഫൗണ്ടേഷൻ കണ്ടോ, ഈ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.